ചോട്ട മുംബൈ റീമാസ്റ്ററിങ് ചെയ്ത എഡിറ്റിംഗ് സ്യൂട്ടിലാണ് നമ്മളിപ്പോൾ. എൻ്റെ കൂടെയുള്ളത് കളറിസ്റ്റ് ഷാൻ ആഷിഫാണ്. ഹായ് എവരിവൺ, ഇന്നൊരു സ്റ്റുഡിയോ വിസിറ്റാണ്. ചോട്ട മുംബൈ, ദേവദൂതൻ എന്നീ സിനിമകൾ റീമാസ്റ്റർ ചെയ്ത ഹൈ സ്റ്റുഡിയോയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സോ റീമാസ്റ്ററിങ്ങും അതിൻ്റെ പ്രോസസ്സ് എന്താണെന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ അത് നമുക്ക് പറഞ്ഞു തന്നതല്ലാതെ അതിൻ്റെ വിഷ്വലി നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. സോ ഇന്ന് അതെല്ലാം നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ കൂടെയുള്ളത് ഹൈ സ്റ്റുഡിയോസിൻ്റെ ഫൗണ്ടർ ബോണിയാണ്. ആദ്യം തന്നെ വളരെയധികം സന്തോഷം നമ്മളിങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തതിൽ. അന്ന് നമ്മുടെ പോഡ്കാസ്റ്റിൽ വന്നപ്പോൾ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് ഹൈ സ്റ്റുഡിയോസ് എന്നൊരു പേരിന് പിന്നിലുള്ള രഹസ്യം, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പിന്നിലുള്ളത്? പിന്നിൽ കാണല്ല, നമ്മൾ ശരിക്കും പറഞ്ഞൊരു പേരൊന്നും ഉണ്ടായിരുന്നില്ല. ദേവദൂതൻ്റെ ദേവദൂതൻ എടുത്ത് ചെയ്യുമ്പോൾ നമ്മളത് ഇഷ്ടം കൊണ്ട് ചെയ്തൊരു പ്രൊജക്റ്റാണ്. പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന സമയത്താണ് ഇതിനെന്തെങ്കിലും പേര് വേണ്ടതെന്നുള്ളത് ആലോചിക്കുന്നത്. അപ്പോൾ നമ്മുടെ സുഹൃത്തുണ്ട് KR പ്രവീൺ എന്നുണ്ട്, കുറി എന്ന് പറഞ്ഞ പടമൊക്കെ ഡയറക്ടറുകളാണ്. പുള്ളി പറഞ്ഞ പേരാണ് ഹൈ സ്റ്റുഡിയോസ്. എന്ന് പറഞ്ഞാൽ എനിക്കൊരു കമ്പനി ഉണ്ട്, ഹൈസിൻ ഗ്ലോബൽ വെഞ്ചേഴ്സ് എന്നൊരു കമ്പനി ഉണ്ട്. അതിലെ ഹൈ എടുത്താണ് അങ്ങനെ ഇതിലേക്ക് മാച്ച് ചെയ്ത്. ഇപ്പൊ നമ്മുടെ റീമാസ്റ്ററിങ് അല്ലാതെ ഒരുപാട് സിനിമകളുടെ തന്നെ ഷീൽഡ് കണ്ടിട്ടുണ്ട്, ദേവദൂതൻ. അതേപോലെ സിനിമയുടെ മാർക്കറ്റിംഗ് ഉണ്ട്. ഞാൻ ഇപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ഏകദേശം 50ഓളം സിനിമകൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ നിന്നാണ് നമ്മൾ ഇത് ബാക്കിയുള്ള പരിപാടികളോട്ടൊക്കെ ഇറക്കുന്നത്. അപ്പോൾ ഒരു ടീം തന്നെയുണ്ട്, 14 വർഷത്തെ ഒരു. അതെ അതെ, എല്ലാ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് എല്ലാവരും കൂടെ ഉള്ളത്. സ്റ്റാർട്ടിങ് തൊട്ട് എൻ്റെ കൂടെ തന്നെ എന്നെ വിശ്വസിച്ച് നിൽക്കുന്നുണ്ട്. ഇനി മുന്നോട്ടുള്ള പ്രൊജക്ട്സ് എന്തൊക്കെയാണ്? ഇനിയിപ്പോ റീമാസ്റ്ററിങ് വരാൻ പോകുന്നത് കമ്മീഷണറാണ്. അതെ, അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ്, എക്സ്ക്ലൂസീവ് ആണ് നിങ്ങൾക്ക്. അപ്പൊ അത് എപ്പോ തൊട്ടാണ് നമ്മളെ നെഗറ്റീവ്സ് കിട്ടിയോ? നെഗറ്റീവ്സ് കിട്ടി. അപ്പൊ ഇനിയും ഇതുപോലെ റീമാസ്റ്റർ ചെയ്ത് നമുക്കിപ്പോ കമ്മീഷണർ നമ്മൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ മുന്നോട്ട് ഇപ്പൊ യോധ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആഗ്രഹമുള്ള പ്രൊജക്റ്റാണ്. അതിന്റെ ആശാനം കൂടിയാണ്, ഗുരുവാണ് സംഗീത് സാറ്. എന്താണ് ഇപ്പോൾ യോധ ചെയ്യാം, ഫസ്റ്റ് തന്നെ യോധ ചെയ്യാന്നുള്ളൊരു ഇതിലായിരുന്നു. അത് എന്തായിരുന്നു അങ്ങനെ യോധ എന്നുള്ളൊരു സ്പെഷ്യൽ ഫേവറേറ്റ് പടമാണ്. പിന്നെ അതുമാത്രമല്ല ഗുരു ചെയ്ത പടം കൂടിയാണ്, കൂടുതലായിരിക്കും. ചോട്ട മുംബൈ റീമാസ്റ്ററിങ് ചെയ്ത എഡിറ്റിംഗ് സ്യൂട്ടിലാണ് നമ്മളിപ്പോൾ. എൻ്റെ കൂടെയുള്ളത് കളറിസ്റ്റ് ഷാൻ ആഷിഫാണ്. സോ അന്ന് നമ്മൾ പോഡ്കാസ്റ്റിൽ വന്ന സമയത്ത് പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെയാണ് അതിൻ്റെ സ്റ്റെപ്പുകൾ, പ്രോസസ്സ് എന്നൊക്കെ. പക്ഷെ നമുക്ക് കണ്ട് മനസ്സിലാക്കിയാലേ കുറച്ചുകൂടെ മനസ്സിലാകത്തുള്ളൂ, നമുക്ക് കൺവേ ആകത്തുള്ളൂ. അപ്പം എങ്ങനെയായിരുന്നു ശരിക്കും റീമാസ്റ്ററിങ് ഓരോ പ്രോസസ്സും ക്രിയേറ്റിങ്ങിൻ്റെ? ഇപ്പോൾ ഫസ്റ്റ് എന്നാന്ന് വെച്ചാൽ സ്കാൻ ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സാണ്. അപ്പോൾ അതിന് ഫിലിം ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഫിലിം എന്ന് പറഞ്ഞാൽ അന്നത്തെ ഔട്ട്പുട്ടാണ്, അന്ന് തിയേറ്ററിൽ കളിച്ചിട്ടുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ എൻ്റർ ആക്കുന്നുണ്ട്. അപ്പോൾ ഈ സാധനം സ്കാൻ ചെയ്യുക എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പ്രോസസ്. അപ്പോൾ അതിന് അവൈലബിൾ ആയിട്ട് ഇപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള കുറേ സ്കാനേഴ്സ് ഉണ്ട്. ഇപ്പോൾ 8K വരെ നമുക്ക് പഴയ ഒരു സാധനം സ്കാൻ ചെയ്തെടുക്കാം. അത് സ്കാനിങ്ങിൻ്റെ പവറാണ്. അങ്ങനെ സ്കാൻ ചെയ്ത് എടുത്തതിന് ശേഷമാണ് നമ്മൾ പിന്നീട് അതിൻ്റെ അത് എന്തൊക്കെ ചെയ്യേണ്ടി വരും എന്ന് നമുക്ക് അറിയാൻ പറ്റാം. ഡിജിറ്റലിലോട്ട് മാറ്റാം, അനലോഗിൽ നിന്ന് ഡിജിറ്റലിലോട്ട് മാറ്റാം. ഡാമേജസ് ഉണ്ട് എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും, കാരണം ഇത്രയും നാളിങ്ങനെ ഇരിക്കുന്നതല്ലേ. സോ എന്തെങ്കിലുമൊക്കെ ഡേട്ടുകളായിട്ടോ ലൈനുകളായിട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുക. അതിൽ മേലെയും വരാം. പിന്നെ അതേപോലെ തന്നെ ഈ സ്കാൻ ചെയ്യുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ കളർ ചാനലുകളൊക്കെ ലോസ്റ്റ് ആയി പോയിട്ടുണ്ടാവും. കാരണം അന്നത്തെ ആ ഒരു ഗ്രേഡിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് പ്രോസസ്സിംഗ് ആണ്, കളർ പ്രോസസ്സിങ് പരിപാടിയാണല്ലോ. അപ്പോൾ അന്ന് മൊത്തം അനലോഗിലായിരുന്നു നടന്നിരുന്നത്. അപ്പോൾ അത് ഡിജിറ്റലിലോട്ട് മാറ്റി എന്നിട്ട് ആ കണ്ടന്റിൽ പിന്നെ എന്തൊക്കെ ഉണ്ടാവും എന്ന് പിന്നെ നോക്കാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മളത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മൾ ലോഗിലാണ് സ്കാൻ ചെയ്തെടുക്കുന്നത്. ആക്ച്വലി ഗ്രേഡ് ചെയ്യാൻ പാകത്തില്ല, പുതിയ ഒരു സെറ്റപ്പിലൂടെ മാറ്റാനുള്ള ഒരു പാകത്തിന് ലോഗിലാണ് നമ്മൾ സ്കാൻ ചെയ്തെടുക്കുക. അപ്പോൾ ലോഗിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ ഡേറ്റ് ഉണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, മൊത്തത്തിൽ ഒരു നരച്ച മട്ടായിരിക്കുമല്ലോ. അതാദ്യം പ്രൈമറി ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പോർഷൻ. പിന്നെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ HD അല്ലെങ്കിൽ ഫുൾ HD എന്നൊക്കെ നമുക്ക് അപ്സ്കെയിൽ ചെയ്ത് ഒരു പരിപാടി നടക്കും എന്നുള്ള അങ്ങനെ ഒരുപാട് പേര് യൂട്യൂബിലൊക്കെ മൂവീസ് ഒക്കെ അപ്പ് ചെയ്തിട്ടുണ്ട്.
മുമ്പത്തെ ഡിജിറ്റൽ ഫയൽ അന്നൊക്കെ 720 ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അവർക്ക് അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവുക. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടൊക്കെ വേണം അങ്ങനെ ഒരു ഔട്ട്പുട്ട് കാണിക്കേണ്ടി വരും. പക്ഷെ ആ കാണുന്ന ഡെപ്തോ ആ കാണുന്ന ക്വാളിറ്റിയോ ഇപ്പൊ ഈ ഫീൽ ചെയ്യുന്ന സാധനങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അതുപോലെ P3 ഗാമോട്ടുകൾ അതൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക്, കളർ ഗാമോട്ടുകളൊക്കെ. അതാ പറഞ്ഞ നമ്മള് ലോഗിൽ തന്നെയാണ് സ്കാൻ ചെയ്തെടുത്തത്. പിന്നെ നമുക്ക് എന്ന് വെച്ചാൽ ലോഗിൽ നിന്ന് ലീനിയറിലോട്ട് മാറ്റാന്ന് പറഞ്ഞാൽ ഞാൻ മാനുവലി ഇരുന്ന് ചെയ്ത പ്രോസസ് ആയിരുന്നു. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ സ്പേസ് ട്രാൻസ്ഫോം അല്ലെങ്കിൽ അതിന് വേറെ കളർ കൺവേർഷൻ ലെട്ടുകളൊക്കെ ഉണ്ട്. അത് നമ്മൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. കാരണം തുടങ്ങുന്ന സമയത്ത് ഇത് ഏത് ക്യാമറയാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ഐഡിയ ഉണ്ടായില്ല. അപ്പൊ പിന്നെ റെഡിലാണ് ഷൂട്ട് ചെയ്തത്. അതെ, പിന്നീടാണ് അറിഞ്ഞത്. പക്ഷെ അങ്ങനെയാണെങ്കിലും ഞാൻ ഉപയോഗിച്ച് നോക്കി, നമുക്ക് എന്താ ക്വിക്കായിട്ട് നമ്മൾ നോക്കുമല്ലോ ഏതൊക്കെ ലോക്ക് ടു അല്ലെങ്കിൽ പ്രൈമറിയിലോട്ട് മാറ്റുമ്പോൾ ഏതൊക്കെ അങ്ങനത്തെ കൺവേർഷൻ ലെട്ടുകൾ കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കിയപ്പോൾ അതൊന്നും അങ്ങനെ വൃത്തിയുള്ളൊരു ഔട്ട്പുട്ട് കാണിക്കുന്നില്ല. അപ്പൊ മാനുവലി തന്നെ ഇരുന്ന് ചെയ്യേണ്ടി വന്നു. ഫിലിമിന് സ്കാൻ ചെയ്തതാണോ അല്ലയോ എന്നെല്ലാവരും സംശയം ചോദിക്കുമല്ലോ. അപ്പൊ കാണിച്ചു കൊടുക്കാൻ പറ്റും. ഈ ഒരു ആസ്പെക്ട് റേഷ്യോയിലായിരിക്കും വരിക സ്കാൻ ചെയ്തെടുക്കുന്നത്. ആ ഫിലിമിന്റെ ഇതൊക്കെ കാണാൻ പറ്റും. അതെ അതെ. സ്ക്രാച്ച് ഇടയ്ക്കൊരു ഇതൊക്കെ വരുന്നുണ്ട്. അത് കുറച്ച് വിസിബിൾ ആയിരിക്കും, കാരണം ലോഗിലായതുകൊണ്ട് അത്ര പെർഫെക്റ്റ് ആയിട്ട് വിസിബിൾ ആയിരിക്കില്ല. പിന്നെ നമ്മള് 4K സ്കാൻ ചെയ്തെടുത്തിരിക്കുന്നത് പ്രോസസർ, അതാണ് ഈ ക്വാളിറ്റിയിൽ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. ഓക്കെ, ഡെപ്ത് ഉള്ള ഒരു സാധനം കയ്യിലുണ്ട്, ഈ പറയുന്ന പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യുക, അടുത്ത പരിപാടികൾ നോക്കുക എന്നുള്ളതാണ് അടുത്തത്. പക്ഷെ യഥാർത്ഥത്തിൽ പണി സ്റ്റാർട്ട് ചെയ്യുന്നതും അവിടെ നിന്നാണ്. ഫസ്റ്റ് സ്കാൻ ചെയ്ത് എടുക്കുക എന്ന് ഡിജിറ്റൽ ചാനൽ ലോഗിൽ നിന്ന് ഡിജിറ്റലിലോട്ട് മാറ്റുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് മാത്രം, ആ ഒരു കൺവേർഷൻ മാത്രം കഴിഞ്ഞിട്ടുള്ളൂ. ഇതാണ് അടുത്ത പരിപാടികൾ വരുന്നത്. നമുക്ക് നല്ലൊരു നെഗറ്റീവ്സിന്റെ ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. അതെ അതെ, പിന്നെ എളുപ്പമായിരിക്കും. ഇപ്പൊ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ ഇതുണ്ട്, സബ്ജക്റ്റിനും എല്ലാ ഇതിനും ഡെപ്ത് ഉണ്ട്. പിന്നെ ഒന്നാമത് ചോട്ടാ മുംബൈ എന്ന് പറയുന്നത് ഭയങ്കര കളർഫുൾ ആയിട്ട് ഭയങ്കര കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ചോട്ടാ മുംബൈ ചെയ്തേക്കുന്നത്. ഒരു ഫെസ്റ്റിവൽ വൈബിലുള്ള പടമാണ്. ഇനിയിപ്പോ നെക്സ്റ്റ് പ്രോസസ് എങ്ങനെയാണ്? ഇനി അടുത്തത് വരുന്നത് വെച്ചാൽ ഇത് പ്രൈമറി ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷനാണ്. അപ്പൊ പ്രൈമറി ചെയ്യുന്ന സമയത്താവുമ്പോ ഇപ്പൊ ഈ കണ്ട ഈ ഔട്ട്പുട്ട് നമ്മള് ഈ ഇരിക്കുന്ന ഔട്ട്പുട്ടിനെ ഈ ഒരു ഔട്ട്പുട്ടിലോട്ട് മാറ്റി. അപ്പൊ ഈ ഔട്ട്പുട്ടിൽ കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും എത്രത്തോളം നോയ്സ് ഉണ്ട് അല്ലെങ്കിൽ ഡാമേജസ് ഉണ്ടാവും എന്നൊക്കെ. ഇങ്ങനെയാക്കും. ഇത് പ്രൈമറി ഗ്രേഡ് ചെയ്ത ഫയലാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ അതിന്റെ കോൺട്രാസ്റ്റ് വാല്യൂസ്, സാച്ചുറേഷൻ പരിപാടി കാര്യങ്ങളൊക്കെ, അതിന്റെ വൈറ്റ് ബാലൻസ് ഒക്കെ ടോട്ടലി മാനേജ് ചെയ്തെടുത്തിട്ട് കിട്ടുന്ന ലീനിയറിലോട്ട് മാറ്റുന്ന, ലോഗിൽ നിന്ന് ലീനിയറിലോട്ട് മാറ്റുന്ന ഒരു പ്രോസസ്സ്. അപ്പൊ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഇത് ഈ പറയുന്ന ഈ ക്ലിപ്പുകളെല്ലാം ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ആ നോർമൽ കളറിലല്ല. കാരണം ഇതിന്റെ കളർ ചാനൽ മിസ്സായി പോയി. ലൈക്ക് ഇപ്പൊ RGB എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു വാല്യൂ അങ്ങനെ ഇതായി പോവുക, അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ. ഇപ്പൊ ട്രാൻസിഷൻസ് അല്ലെങ്കിൽ ചില സ്പീഡ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ, സ്പീഡ് റാമ്പൊക്കെ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ സ്കാനറിന് സ്കാൻ ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് റീഡ് ചെയ്യാൻ പറ്റത്തില്ല. അവിടുത്തെ കളർ തിയറി എന്താണെന്ന് റീഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇതേപോലുള്ള കളർ ചാനലുകൾ മിസ്സായി പോവുക, അങ്ങനെയുള്ള ഇഷ്യൂസുകളൊക്കെ നമ്മൾ കൂടുതൽ ലോഗിൽ നിന്ന് ലീനിയറിലോട്ട് മാറ്റുമ്പോഴാണ് നമുക്ക് കൂടുതൽ അറിയാം. ചില സ്ഥലത്തൊക്കെ ഫ്ലിക്കറിങ് വന്ന കളർ ഫ്ലിക്കറിങ് ആണ്. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവുന്ന ഒരു ടോണായിരിക്കില്ല ആ ക്ലിപ്പ് ഉണ്ടാവുമ്പോൾ ഉണ്ടാവുക. ടോട്ടലി ഇങ്ങനെ ഒരു ഹ്യൂജ് ചെയ്ത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനത്തെ എന്താ പറയുക ഇഷ്യൂസ് എല്ലാം നമ്മൾ പ്രൈമറി ചെയ്യുമ്പോഴാണ് നോട്ട് ചെയ്തെടുക്കുക. എവിടെയൊക്കെ ഡേറ്റ് ഉണ്ട്, എവിടെയൊക്കെ ഡാമേജസ് ഉണ്ട്, അല്ലെങ്കിൽ എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ കട്ടായി പോയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറയില്ല, സ്കാൻ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് സിനിമാസ്കോപ്പ് പോലും ഇല്ല. 4:3 എന്ന് പറയുന്ന ആ ഒരു ആസ്പെക്ട് റേഷ്യോയിലാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മ അത് പ്രോപ്പർ ആയിട്ടായിരിക്കണം സിനിമാസ്കോപ്പിലോട്ടും പറഞ്ഞത്. പിന്നെ ഇപ്പോഴത്തെ സിനിമാസ്കോപ്പ് 2.3 എന്ന് പറയുന്ന പുതിയൊരു അളവാണ്. പഴയതിന്റെ റേഷ്യോ വ്യത്യാസമുണ്ട്. 2:3:5 എന്ന് പറയുന്ന ഒരു റേഷ്യോ ആണ്. ഇതൊക്കെ ആ കാലഘട്ടത്തിൽ ഇറങ്ങിയോണ്ട് കുറച്ചും കൂടെ ക്രോപ്പ് ചെയ്തെടുക്കണം. ഇതിപ്പോ അതേപോലെ നെഗറ്റീവ്സിൽ മാത്രമാണോ അതോ ഓൾറെഡി നമ്മുടെ തിയേറ്ററിൽ ഇറങ്ങിയ ഇതിൽ നിന്നും എടുത്തിട്ടുണ്ടായിരുന്നോ നമ്മുടെ ഫുട്ടേജസ് ഒക്കെ? മറ്റേ ചോട്ടാ മുംബൈയിലോട്ട് നമ്മുടെ നെഗറ്റീവ്സ് മാത്രമല്ലാതെ നമുക്ക് ഫിലിമിൽ കംപ്ലീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രോബ്ലംസ് ഉള്ള ഏരിയാസ് ഉണ്ട്. അപ്പൊ ഈ നമ്മളിപ്പോ ഈ പറയുന്ന പോലെ വേറെ വേറെ ഫയലുകൾ എടുത്ത് ചേർത്ത് വെച്ച് കഴിഞ്ഞാലും ഡെഫിനറ്റ്ലി ആ കാണുന്ന ക്വാളിറ്റിയിൽ ആ ഒരു അടി കിട്ടും. ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും, നോട്ട് ചെയ്യും കണ്ടുകൊണ്ടിരിക്കുമ്പോ. അങ്ങനെ ചെയ്യാൻ തുടങ്ങി ഒരിക്കലും
പോസിബിൾ അല്ല. അല്ലെങ്കിൽ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, എവിടെയെങ്കിലും എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്ത് അതങ്ങനെ പോട്ടെ, ഇതിങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന സിനിമയല്ല, അങ്ങനത്തെ ആൾക്കാരല്ല ഇത് തൊട്ടേക്കണത്. അപ്പൊ അത് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ഈ പരിപാടിയൊക്കെ അത് ഇതിനകത്ത് ഒരു ഷോട്ട് പോലും എന്താ പറയാ നേരെ നിന്ന് എടുത്തിട്ടുണ്ടോ സംശയം. ഫുള്ള് ക്യാമറ ഇങ്ങനെ റൺ ചെയ്ത് ആ മഴയത്തെ ആ ഒരു സീനില്ലേ നമ്മുടെ ആ കൊല്ലുന്ന ഒരു കലാഭവൻ വിനായക അവർ ഇൻട്രോ വരുന്ന ആ ഒരു സീൻ ഞങ്ങൾ പ്രൈമറി ചെയ്തതാണ്. കളറിൽ മൊത്തത്തിൽ ഒരു ഇഷ്യൂ കാണാം. ഫൈനൽ ഗ്രേഡ് ചെയ്തത്. ഓക്കെ. ബിഫോർ ആഫ്റ്റർ ഇത് ഫൈനൽ ചെയ്തിരിക്കുന്ന ഗ്രേഡിങ് ഫൈനൽ പ്രോസസ്സ് മാത്രമാണത്. ഇതിന് മുമ്പുള്ള പ്രോസസ്സാണ് ഡാമേജ് ഫിക്സ് ചെയ്യണതും. അതെ, ഇപ്പൊ ഈ ക്ലിപ്പുകളൊന്നും വലിയ കലാപില്ല, ലൈക്ക് കളറിൽ വലിയ കലാപങ്ങളൊന്നുമില്ല. അത് ചില ലോഗിൽ നിന്ന് ലീനിയറിലോട്ട് മാറ്റുമ്പോ തന്നെ ആ ലീനിയർ ആണ് നിങ്ങൾ ഈ കണ്ടത്. വലിയ ഇതിൽ ഈ ബാലൻസിലോട്ട് വെച്ചതിന് ശേഷമായിരിക്കും ഇതിന് ചുറ്റുപാടുള്ള ഡാമേജസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാം. അപ്പൊ അങ്ങനെ ഡാമേജസ് കാണുന്നതാണ് അതാ. ഫൈനൽ ഗ്രേഡ്. ഇതിന് അത്ര പ്രശ്നമില്ലായിരുന്നല്ലേ? ഈ ചില ക്ലിപ്പുകൾ നമുക്ക് ഡാമേജസ് ഉണ്ടാവും, പക്ഷെ ഡാമേജസ് ഫിക്സ് ചെയ്തതിന് ശേഷമുള്ള പ്രോസസ്സാണ് ഞാൻ ഇപ്പൊ കാണിച്ചത്. ഇനി ഡാമേജസ് ഉള്ള പോർഷൻസ് ഇപ്പൊ ഇതേ ഏരിയ അല്ല, ബാക്കിയുള്ള ഏരിയാസിനെ എടുത്തു വെച്ച് ഞാൻ കാണിച്ചുതരാം. ഇപ്പൊ ഈ ക്ലിപ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിച്ചുതരാം. ഇതായിരുന്നു ഫസ്റ്റ് സ്കാൻ ചെയ്ത പരിപാടി. സ്കാൻ ചെയ്തപ്പോ ഇതിനകത്ത് ഡേറ്റും കാര്യങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. ഇത് പ്രൈമറി ചെയ്ത് വെച്ച് ഇനി നോക്കി അവിടെ കുത്തുമ്പോ ക്യാമറയിൽ എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല, നേരിട്ട് കാണുമ്പോ അങ്ങനത്തെ പാച്ചസ് നമ്മൾ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇരുന്നിട്ട് അങ്ങനെ ഇരുന്ന് ചെയ്യണം. അതിപ്പോ ന്യൂക്ക് പോലുള്ള അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്ട്സ് പോലുള്ള സോഫ്റ്റ്വെയറിൽ ഇരുന്നിട്ടാണ് ഫ്രെയിം ബൈ ഫ്രെയിം ഇരുന്നിട്ട് എഡിറ്റ് ചെയ്ത് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഫൈനൽ ഗ്രേഡ്. അതാണ് ഈ ലുക്ക്. പ്രൈമറി അത് ഡാമേജ് ഒക്കെ ഫിക്സ് ചെയ്തതിന് ശേഷമുള്ളത്. ഇത് പ്രൈമറി. ഇങ്ങനെ കാണുമ്പോൾ ഇതിനകത്ത് എത്രത്തോളം നോയ്സ് ഉണ്ട്, എത്രത്തോളം ക്വാളിറ്റി ഇഷ്യൂ ഉണ്ടെന്നുള്ള ഇങ്ങനെ ഫസ്റ്റ് പ്രൈമറി ഗ്രേഡ് ചെയ്യുമ്പോൾ തന്നെ വിസിബിൾ ആയിട്ട് പൊന്തി വരും. പിന്നെ ഈ കാണുന്ന ഡേറ്റ് കാര്യങ്ങൾ ഫിക്സ് ചെയ്യുന്ന ഇത് ചെയ്യുമ്പോൾ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഇങ്ങനെ കാണിച്ചിരുന്നത് ബിഫോർ ആഫ്റ്റർ ആണ്. പക്ഷെ ആ പ്രോസസ് എന്ന് പറഞ്ഞ പറഞ്ഞ പോലെ ഫ്രെയിം ഇരുന്നിട്ട് ഓരോ ടൂൾസ് ഒക്കെ വെച്ച് ഇങ്ങനെ മായിച്ചും ഗണിച്ചും അങ്ങനെ അതെ അതൊക്കെ ചെയ്ത് വീണ്ടും അതിൻ്റെ അകത്തുനിന്ന് DPX ആയിട്ട് ഔട്ട് എടുത്ത് അതിനുശേഷം വീണ്ടും നമ്മൾ സോഫ്റ്റ്വെയറിൽ ഇമ്പോർട്ട് ചെയ്ത് എന്നിട്ട് അടുത്ത പരിപാടി ചെയ്ത് അപ്പൊ ഫ്ലിക്കർ പോലുള്ള പരിപാടികൾ അവിടെ ഫിക്സ് ആവില്ല. അപ്പൊ അതിനുശേഷം ഫ്ലിക്കർ പോലുള്ള പരിപാടികൾ ഫസ്റ്റ് ഏതൊക്കെ പോർഷൻസിലുണ്ട് അത് ആദ്യം ക്ലീൻ ചെയ്യുക, അതിനുശേഷം വീണ്ടും നോക്കുക. അതിന് ഏറ്റവും ലാസ്റ്റാണ് ഫൈനൽ ഗ്രേഡ് ചെയ്യുന്ന പ്രോസസ്സ്. എല്ലാവരും 4K മാറ്റുമ്പോൾ ഓക്കെ സ്കാൻ ചെയ്തു ഇനി ഗ്രേഡ് ചെയ്തു, ഇല്ല തീർന്നില്ല. ഗ്രേഡ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് പ്രൈമറി ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ പോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വിസിബിൾ ആയിട്ട് കാണാം. അതിനുശേഷം ഈ പറഞ്ഞ പരിപാടി എങ്ങനെയൊക്കെ ഫിക്സ് ചെയ്യാന്ന് ആലോചിക്കുക.
അപ്പം നമുക്ക് ഇപ്പോൾ അന്ന് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കുറെ തേർഡ് പാർട്ടി പ്ലഗിൻസുകൾ ഉണ്ട്, ചില പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അങ്ങനത്തെ ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ലൈക്ക് പക്ഷേ അതെന്ന് പറഞ്ഞാൽ പ്രീ പ്രോഗ്രാംഡ് ആയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലഗിനുകളാണ്. സോ അതിൻ്റെ അകത്ത് നമ്മുടെ എല്ലാ ഡാമേജസും അല്ലെങ്കിൽ പറയുന്ന പോലെ ഇപ്പോൾ സോഫ്റ്റ്വെയറിലും ഓൾറെഡി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് തന്നെ ഡേറ്റ് റിമൂവൽ പോലുള്ള പരിപാടികളുണ്ട്. അത് ക്യാച്ച് ചെയ്യുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അതേപോലെ ഏത് പ്ലഗിന് യൂസ് ചെയ്താലും അതിന് ഇത്ര ക്യാച്ച് ചെയ്യാന്നുണ്ട്. ബാക്കിയുള്ളത് ചില സമയത്ത് ഭയങ്കര വിയേർഡ് ആയിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കാണിക്കുക, ചില സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പോയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഓരോ തവണയും എക്സ്പോർട്ട് ചെയ്ത് എടുക്കും തോറും ഇതിന്റെ ക്വാളിറ്റി വീണ്ടും ലെസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഓരോ തവണ നമ്മൾ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മാക്സിമം ക്വാളിറ്റിയിലാണ് ഇപ്പൊ പറയുന്നത്. ഇപ്പം നാലാമത്തെ സ്റ്റേജിലാണ് ഫൈനൽ ഗ്രേഡിങ്ങിന് ഇരിക്കുന്നത്. അതിന് മുമ്പ് വരെ ഇത്രയും പ്രോസസ്സുകൾ ചെയ്യാണ്ട് ചില ഭാഗത്ത് ചിലപ്പോൾ നമുക്ക് കുറച്ച് പണി കുറവായിരിക്കും, എന്നാൽ ചില ഭാഗത്ത് വരുമ്പോൾ നമുക്ക് പണി ചെയ്യണമെന്ന് വരെ തോന്നിപ്പോ. അങ്ങനെയായിരിക്കും അവിടെ ഉണ്ടാവുന്നത്. ഇപ്പൊ കളർ ചാനലൊക്കെ മൊത്തത്തിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഐഡിയ ഇല്ല ഏത് വാല്യൂ ആണ് കുറഞ്ഞിരിക്കുന്നത് കളറിൽ. അപ്പൊ നമ്മള് കളർ തിയറീസ് നമ്മളത് മനസ്സിലാക്കി വേണം ചെയ്യാനായിട്ട്. ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഇങ്ങനെ വെച്ച് ടൂൾ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്ത് നോക്കി, അല്ലെങ്കിൽ ഏത് ഇപ്പൊ RGB വാല്യൂസിൽ ഇന്ന വാല്യൂ ആയിരിക്കും പോകുന്നുണ്ടാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ റെഡിന്റെ ഔട്ട്പുട്ട്, ഗ്രീനിന്റെ ഔട്ട്പുട്ട്, ബ്ലൂവിന്റെ ഔട്ട്പുട്ട്, ഇതെല്ലാം നമ്മ ഇങ്ങനെ വേരിയേഷൻ ഇങ്ങനെ നോക്കി നമുക്ക് എവിടെയാണ് മിസ്സായാൽ നമുക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ 3-way കളർ വീൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ AI യൂസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചോട്ടാ മുംബൈയിൽ എന്ന് പറഞ്ഞ പരിപാടി യൂസ് ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മള് ഈ പണി തുടങ്ങണേക്കാൾ മുമ്പ് ഇത് എങ്ങനെ ചെയ്യാന്നല്ല നമ്മൾ ആലോചിക്കുക. അപ്പൊ ഈ സോഫ്റ്റ്വെയറിൽ ഇത്ര ചെയ്യാം, ഈ സോഫ്റ്റ്വെയറിൽ അത്ര ചെയ്യാം. ഓക്കെ, ഇതിലൊന്നും ചെയ്യാണ്ട് നമുക്ക് വല്ല ഷോർട്ട് മെത്തേഡ് ഉണ്ടോ, അതാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്ന എന്ന് പറയുന്ന പരിപാടി. അതിലാണ് ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞ പോലെ നമുക്ക് വേണ്ട ഔട്ട്പുട്ട് അല്ല ചില സമയത്ത്. അപ്പൊ പിന്നെ നമ്മൾ കുറേൻ്റെ അകത്ത് അത് തീർച്ചയായിട്ടും നല്ലൊരു ഔട്ട്പുട്ട് ആയിരിക്കില്ല. അങ്ങനെ ചെയ്യാനും പറ്റില്ല. അപ്പൊ നമ്മള് ഈ സിനിമ തെരഞ്ഞെടുക്കുന്നത് പോലെ അങ്ങനെയാണ്. അപ്പൊ എന്ന് പറഞ്ഞത് കുറെ സിനിമകൾ ഇപ്പോഴും ചെയ്യാനായിട്ട് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്, ഒരുപാട് പേര് സമീപിക്കുന്നുണ്ട്. എന്നാൽ അതിന് ആ ഒരു ക്വാളിറ്റിയിൽ ഔട്ട്പുട്ട് തിയേറ്ററിലോട്ട് അല്ലെങ്കിൽ ബിഗ് സ്ക്രീനിലേക്ക് എത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫയലുകൾ സോഴ്സ് ഇല്ല എന്നുള്ളതാണ്. അപ്പം ആ സോഴ്സ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന പരിപാടി ഇപ്പം മറ്റു സിനിമകൾ ചെയ്യുന്ന സമയത്താണെങ്കിലും ചിലത് കുറേയൊക്കെ ഫിലിമിലുണ്ട്, പക്ഷെ ചില ഭാഗങ്ങൾ ഫിലിമിൽ നിന്ന് ഒട്ടെടുക്കാൻ പറ്റില്ല. കാരണം ആ ഭാഗം മൊത്തത്തിൽ ബ്ലീച്ചായി പോയ പോലെ. ഈ പറയുന്ന കളർ ചാനൽ ഇഷ്യൂ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാം, കുറച്ച് പണിയെടുത്തിട്ടാണെങ്കിലും നമുക്ക് റിക്കവർ ചെയ്തെടുക്കാം. പക്ഷെ മൊത്തത്തിൽ ബ്ലീച്ചായി പോവുക, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളന്ന് പറഞ്ഞില്ലേ കുറെ പല ഡാമേജസ് ഉണ്ട്. അതെ, അതേപോലെ തന്നെ പല ഡാമേജസ് ഉണ്ട്. അപ്പൊ ഇതേപോലെയൊക്കെ ഈ അമീബ കുഞ്ഞുങ്ങളൊക്കെ കിടക്കണ പോലെയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയിലൊന്നും ചെയ്യാൻ പറ്റില്ല. സ്ക്രീനിൽ എന്താണോ കാണുന്നത് അതെല്ലാം ഭയങ്കര വിയേർഡായിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ ചില ഫോട്ടോഷോപ്പിൽ ഇരുന്നുകൊണ്ട് പഴയ ഫോട്ടോ അവരെന്താ ചെയ്യണേ, ആക്ച്വലി പല സമയത്ത് അവരും പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ചില പോർഷനിൽ നമ്മൾ പെയിന്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ അധികം ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ഏത് പോർഷനാണെന്ന് ഞാൻ പറയില്ല. ഇതിനകത്ത് അങ്ങനെ ഒരു വലിയൊരു പ്രശ്നം സംഭവിച്ചിരുന്നു. അപ്പൊ അതും നമ്മൾ ഏറ്റവും ലാസ്റ്റ് ടൈമിലേക്ക് മാറ്റി നമുക്ക് ചെയ്യാം. ബാക്കിയുള്ളതെല്ലാം തീർക്കട്ടെ, മാസ് വർക്കുകളെല്ലാം തീർക്കട്ടെ, ബാക്കി നമുക്ക് ചെയ്യാൻ. പക്ഷെ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് അവിടെ വരയ്ക്കേണ്ടി വരും ഡ്രോയിങ്. അപ്പൊ ആ പ്രോസസ്സ് അത്രയും ഭാഗം എടുത്തിട്ട് അടുത്ത സോഫ്റ്റ്വെയറിലോട്ട് അങ്ങനെ മാറിയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമുക്കിത് മനസ്സിലായിട്ടില്ല, സ്ക്രീനിൽ കാണുമ്പോ എല്ലാവരും നമ്മ മുമ്പ് കണ്ട സിനിമയല്ലേ, ഒത്തിരി ക്വാളിറ്റി വന്നിട്ടുണ്ട്, ഒന്ന് കളറൊക്കെ ഒന്ന് നല്ല രസമുണ്ട്. പക്ഷെ അതിന് പിന്നിൽ കുറെ പരിപാടിയുണ്ട്. അതെ, കാരണം ഈ പഴയ സിനിമ ആയതുകൊണ്ട് തന്നെ ഇത് ആ ഒരു ക്വാളിറ്റിയിലോട്ട് ഇപ്പൊ കാണിക്കാൻ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിനൊരു സോഴ്സ് വേണം. ഇപ്പൊ ഈ സോഴ്സ് കിട്ടിയാലും ആ സോഴ്സിൽ നിന്ന് അത് പക്കറ്റ് അനലോഗിൽ നിന്ന് ഡിജിറ്റലിലോട്ട് മാറ്റണം. അപ്പൊ നമുക്കിപ്പോ 8K വരെ സ്കാൻ ചെയ്തെടുക്കാം. അപ്പൊ 8K വരെ സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഉള്ള തിയേറ്റർ 4K വരെയാണ്. അപ്പൊ നമുക്ക് 4K കാണിക്കാൻ പറ്റും. 4K സ്കാൻ ചെയ്താൽ മതി. ഇപ്പൊ നമ്മള് ചോട്ടാ മുംബൈ കഴിഞ്ഞിനി മാറ്റി ഇനി മുന്നോട്ടത്തേക്ക് കമ്മീഷണർ റീമാസ്റ്റർ ചെയ്യുന്നുള്ളൊരു വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പരിപാടികൾ എവിടെ വരെയായി വർക്ക്? കമ്മീഷണർ ഇപ്പോ ആക്ച്വലി കമ്മീഷണർ ആയിരുന്നു ഞങ്ങള് ഫസ്റ്റ് വർക്ക് ചെയ്യാനായിട്ട് ടേബിളിലോട്ട് ഇരുന്നത് അതായിരുന്നു. ഇപ്പോ ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ് 21. ആ ഒരു ഡെഡ് ലൈൻ ഉണ്ട്. ആ ഡെഡ് ലൈനിലേക്ക് പരിപാടി തീർക്കണം എന്നാ ഈ പരിപാടി ചോട്ടാ മുംബൈ നടന്നുകൊണ്ടുപോയി. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ പലപ്പോഴും അതിന്റെ പരിപാടിയും ബാക്കിൽ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞേ അടുത്ത സ്റ്റേജിലോട്ട് ഫയൽ പോകുമ്പോൾ ഓക്കെ ഈ പടം, ഈ പരിപാടി അത് അടുത്ത സ്റ്റേജിലോട്ട് പോകുമ്പോൾ ഓക്കെ വീണ്ടും അത് തിരിച്ചു വന്നു അടുത്ത സ്റ്റെപ്പ്. അപ്പോഴായിരിക്കും വീണ്ടും നമ്മ പലതും കാണുന്നത്.
ഓരോന്ന് വിസിബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ആ ഭാഗം തീർക്കാനായിട്ട് വീണ്ടും അടുത്ത പ്രോസസ്സ്, അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഇത് മൊത്തം 4ാമത്തെ പ്രോസസ്സിലാണ് ഗ്രേഡിയൻ ഇരിക്കുന്നത്. കഴിഞ്ഞ് 5ാമത്തെ പ്രോസസ്സാണ് ഔട്ട്പുട്ട് കാണുന്നത്. അതെ, അതിന് മുമ്പ് വരെ ഒരു 4 സ്റ്റേജ് വർക്കുകൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ സ്കാനിങ് ചെയ്തതിന് ശേഷം പ്രൈമറി ചെയ്തതിന് ശേഷം ഡേറ്റ് കാര്യങ്ങൾ ഫിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഈ പറഞ്ഞ പോലെ ഈ കളർ ചാനൽ ഇഷ്യൂസ് ഉള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഫ്ലിക്കറിങ് പോലുള്ള ഇഷ്യൂസുകളുണ്ട്. ഫ്ലിക്കറിങ് ഡെഫിനറ്റ്ലി ഉണ്ടാവും, കാരണം ഓരോ ഫ്രെയിമും ഓരോ തരത്തിലായിരിക്കുമല്ലോ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇങ്ങനെ ഫ്ലിക്കർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഫ്ലിക്കറിങ് തീർക്കുക. ചില സ്ഥലത്താണെങ്കിൽ കളർ ഫ്ലിക്കറിങ് ഉണ്ടാവും, അത് നോർമലി അത് ചെയ്യാൻ പറ്റില്ല. ഓരോ ഫ്രെയിമിലും ഈ ഹ്യൂ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്ന പോലെ കളേഴ്സ് ഇങ്ങനെ ചേഞ്ച്, ഒരു ക്ലിപ്പിൽ അതെ ഇങ്ങനെ കയറി ഇറങ്ങി ഇങ്ങനെ ഇരിക്കും. അപ്പം അത് ഫിക്സ് ചെയ്യുക. അപ്പം അതിനൊരു മാക്സിമം ഒക്കെ ഉണ്ട്. അങ്ങനെ പല 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 സ്റ്റേജുകൾ കഴിഞ്ഞിട്ടാണ് ഏറ്റവും അവസാനത്തെ പ്രോസസ്സാണ് ഓക്കെ ഒന്ന് ഗ്രേഡൊക്കെ ചെയ്ത് കളറൊക്കെ ടോണൊക്കെ കൊടുത്ത് എൻഹാൻസ് ചെയ്തെടുക്കാന്ന് പറയുന്നത്. നമ്മുടെ കമ്മീഷണറിന് എന്തെങ്കിലും ഡാമേജസ് എങ്ങനെ നെഗറ്റീവ്സ് കമ്മീഷണറിന്റെ ഡാമേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ഡാമേജസ് ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്, ഒരു കുഴപ്പമൊന്നുമില്ല അത് കിട്ടുന്നത്. ഇപ്പൊ നമ്മൾ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ എഡിറ്റേഴ്സ് പറയുന്ന ഒരു കാര്യം, നമ്മൾ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റില്ല, കാരണം നമ്മുടെ കണ്ണിനൊരു മാറിക്കൊണ്ടിരിക്കും. അപ്പൊ എങ്ങനെയാണ് അത് കോപ്പപ്പ് ചെയ്യുന്നത്? ഒന്നുമില്ല, അരമണിക്കൂർ ഗ്യാപ്പ് ഇട്ട് 5 മിനിറ്റ് ഒന്ന് മാറിയേക്കും, തിരിച്ചു വരും. കാരണം നമ്മൾ ഈ ഇരുട്ട് പിടിച്ച മുറിയിലിരുന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും തോറും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇങ്ങനെ എനിക്ക് പറ്റിയിട്ടുള്ള അവസ്ഥ എന്ന് വെച്ചാൽ ചെയ്തിങ്ങനെ പോകുമ്പോൾ തോറും ഹൈലൈറ്റ് വാല്യൂ ഇങ്ങനെ കുറഞ്ഞു. കാരണം നമ്മിങ്ങനെ നോക്കിയിരിക്കല്ലേ, അപ്പം നമ്മിങ്ങനെ വെളിച്ചം കണ്ട് അതിനോട് കംഫർട്ട് ആവുമല്ലോ. ഇപ്പൊ നമ്മൾ രാത്രി ഫോണിൽ പിടിച്ചിരുന്നിട്ട് ബ്രൈറ്റ്നസ് ഫുൾ ഇട്ട് കുറേ നേരം ഇരിക്കുമ്പോൾ നമുക്ക് കംഫർട്ട് ആവും. പിന്നെ നമ്മൾ ഒറ്റയടിക്കൊന്ന് കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ഇരുട്ട് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ കളർ ചെയ്യാനിരിക്കുമ്പോഴും ആ ഒരു കാലിബ്രേഷൻ ലെവൽ നമ്മുടെ കണ്ണിനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമ്മിങ്ങനെ കുറച്ചു നേരം ഒന്ന് മാറി ഔട്ട്ഡോറൊക്കെ ഒന്ന് പോയി ഒന്ന് സെറ്റായി വീണ്ടും തിരിച്ചു വന്ന് വീണ്ടും വർക്ക് ചെയ്ത് അങ്ങനെ ഇരിക്കും. ഓക്കെ, ഇനിയിപ്പം നമുക്ക് ഒരുപാട് നല്ലതായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഔട്ടാണ് നമ്മൾ ശരിക്കും ഫൈനലി കാണുന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. ആർക്കും അറിയത്തില്ല അതിന്റെ പിന്നിലെ കാര്യങ്ങൾ. സോ കമ്മീഷണറുടെ വർക്കും അതേപോലെ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് നമുക്ക് പോയി കിട്ടട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.